LDF കൺവീനർ TP രാമകൃഷ്ണൻ ഇപ്പോൾ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. സഖാവേ, ഒരു കേരളം ഒരു വലിയ ചരിത്ര നിമിഷത്തിന്റെ ഭാഗമാവുകയാണ്, ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. എങ്ങനെ തോന്നുന്നു ഈ ഒരു പ്രഖ്യാപനം ഈ ദിവസത്തെ? കേരളം ക്രമാനുഗതമായ വളർച്ച കൈവരിച്ച ഒരു സംസ്ഥാനമാണ്. 1959 മുതൽ കർഷക ബന്ധ നിയമം പാസാക്കിയത് മുതൽ ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കുന്ന ഒരു കാലമുണ്ട്, ഒരു 10 വർഷക്കാലം. ഈ കേരളത്തിൽ പാവപ്പെട്ടവരുടെ ഭൂമി വൻതോതിൽ നഷ്ടപ്പെട്ടു പോയൊരു കാലഘട്ടമാണ്. 59 ഗവൺമെന്റിന് പിരിച്ചുവിട്ടു, വിമോചന സമരം വന്നു, ഭൂപരിഷ്കരണ ഭേദഗതി നിയമം വരെയുള്ള കാലം ഭൂമി വൻതോതിൽ തിരിമറി ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള ഏക ഉത്തരവാദിത്തം കോൺഗ്രസിനാണ്. കോൺഗ്രസ്സാണെന്ന് ഗവൺമെന്റിനെ EMS ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് വിമോചന സമരം രൂപപ്പെട്ടത്. അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം. കേരളം മാറി. കേരളം ഭൂബന്ധങ്ങളിൽ വലിയ മാറ്റം വന്നു ഭൂപരിഷ്കരണ ഭേദഗതി നിയമത്തെ തുടർന്ന്. പിന്നീട് സാമൂഹ്യക്ഷേമ നടപടികളായി, കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ ലഭിച്ചു. ഇങ്ങനെ വളർന്നു വന്ന ഒരു കേരളത്തിൽ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ പിണറായി വിജയൻ ഗവൺമെന്റ് വീണ്ടും 21 അധികാരത്തിൽ വന്നതിന് ശേഷം ആ സന്ദർഭത്തിൽ കേരളത്തിലെ അതിദാരിദ്ര്യസ്ഥിതി പരിശോധനയ്ക്ക് വിധേയമാക്കി. ആ പരിശോധനയുടെ ഭാഗമായി 64,006 കുടുംബങ്ങൾ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് എന്ന് കണ്ടെത്തുകയുണ്ടായി. അത് ഓരോ ഘടകവും പരിശോധിച്ച് അതിന് സമ്പൂർണമായ പരിഹാരമുണ്ടാക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് സ്വീകരിച്ച നടപടി. അതിൻ്റെ പ്രഖ്യാപനമാണ് കേരളപ്പിറവി ദിനമായിട്ട് ഇന്ന് നടക്കുന്നത്. ഇത് UDFന് വലിയ തോതിലുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കും. അവർ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയാണ് അധികാരം? അതിനെക്കുറിച്ച് അവർ പറയും. നഷ്ടപ്പെട്ടു പോയ അധികാരം തിരിച്ചു പിടിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതിന് ആക്ഷേപങ്ങൾ ഉണ്ടാക്കുന്ന ചൊരിയുന്നു, ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. ജനങ്ങളുടെ മുഖ്യമായ പാതയിൽ നിന്ന് അവർ വ്യതിചലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലപാട് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടമാണ്, വെപ്രാളമാണ് അവരെല്ലാ കാലത്തും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദിനത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും സഹകരിക്കേണ്ടുന്ന നിലപാടെടുക്കുന്നതിന് പകരം അവർ നിയമസഭയിൽ നിന്ന് ബഹിഷ്കരിച്ചു. അപ്പോൾ UDFന് ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഈ നേട്ടങ്ങൾ വലിയ തോതിൽ അങ്കലാപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട്. 62 ലക്ഷം ആളുകളാണ് കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ. അതൊന്നും അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഈ സന്ദർഭത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സമ്പൂർണ്ണ ഈ ദാരിദ്ര്യ വിമുക്ത കേരളം എന്നുള്ള പ്രഖ്യാപനം അവർ പൂർണ്ണതയിലെത്തിച്ച് നടത്തുകയാണ്. ഇത് ലോകത്തിന് മാതൃകയാണ്. ഇന്ത്യയിൽ ആദ്യമാണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് ഒരു സമൂഹം എത്തുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ഭരണ തുടർച്ച എന്ന പ്രതീക്ഷ നൽകുകയാണ്. ഭരണ തുടർച്ച കിട്ടിക്കഴിഞ്ഞാൽ ശേഷിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. MLA ആന്റണി രാജു ഉണ്ട്. ഇന്ന് ഈ പ്രതിപക്ഷ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്താ തോന്നുന്നത്? ആ നടപടി എന്തായി? തീർച്ചയായിട്ടും ജനങ്ങൾ അതിനോട് വലിയ പ്രതിഷേധമല്ലേ രേഖപ്പെടുത്തുകയുള്ളൂ. കാരണം ഇത് ആർക്കും എതിർക്കേണ്ട ഒരു കാര്യമുള്ളതല്ലല്ലോ. അതിദരിദ്രം ഇല്ലാത്തൊരു സംസ്ഥാനമായി കേരളം മാറുന്നു എന്നുള്ള കാര്യത്തിൽ അവരും കൂടെ അഭിമാനിക്കേണ്ടതല്ലേ? കേരളമല്ലേ, അല്ലാതെ ഇടതുപക്ഷം അതിദരിദ്രം മുക്തമാകുന്നു എന്നുള്ളതല്ലല്ലോ പറഞ്ഞത്. കേരളം മുക്തമാകുന്നു. കേരളം എന്ന് പറയുമ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരു പക്ഷത്തില്ലാത്തവരും എല്ലാവരും ചേർന്നതാണ്. ഈ നല്ല കാര്യങ്ങളെ എല്ലാവരും അഭിനന്ദിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യണം. പക്ഷെ പ്രതിപക്ഷം ഈ കഴിഞ്ഞ 5 വർഷക്കാലം എല്ലാ നല്ല പദ്ധതികളുടെ എതിർപ്പാണ്. തുരങ്കപാത എതിർക്കുമെന്ന് പറഞ്ഞു, ദേശീയപാത പൂർത്തിയാക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു, മലയോരപാത എതിർക്കുമെന്ന് പറഞ്ഞു, തീരദേശപാത എതിർക്കുമെന്ന് പറഞ്ഞു, എല്ലാ ലൈഫ് പദ്ധതിയെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. ഏത് നന്മ നിറഞ്ഞ പദ്ധതിയെയും എതിർക്കുന്ന ഒരു നിലപാടാണ് പ്രതിപക്ഷം. അതുകൊണ്ടാണ് അവർ ജനങ്ങൾ എന്ന് അകന്നുകൊണ്ടിരിക്കുന്നത്.